ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ എസ് സി കാസസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, ഈ ഒരു SLC സീരീസിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഒരുപാട് പേര് ഇപ്പോൾ നമുക്കറിയാം, കമ്മിങ് എക്സാം നമ്മുടെ ഇംഗ്ലീഷ് ആണ്. ഒരുപാട് പേര് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, സാറേ അത് പറയോ ഇത് പറയോ, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. അങ്ങനെ ഒരുപാട് പേര് നിരവധി തവണ നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു വീഡിയോ രൂപേണ ഇവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അവിടെ എല്ലാവരും നല്ലപോലെ പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെ, നമ്മൾ ക്ലാസ്സുകളിലായിട്ട് മുന്നെയും ഒരുപാട് സമയങ്ങളിലായിട്ട് നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമാണ്. സോ ഐ തിങ്ക് യു നോ ഇറ്റ് വെരി വെൽ. സോ എനിവേ, നമ്മൾ എന്താണെന്നറിയോ, ഒരിക്കൽ കൂടി ഒരു റീക്യാപ്പ് എന്നുള്ള രൂപേനെ നമ്മൾ പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുക. ആ ഒരു ഇന്റൻഷനോട് കൂടിയാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആദ്യമായി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ശരിക്കറിയാം, ഒരുപാട് പേര്, ഒരു 50% സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് എക്സാമിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ എഡിറ്റിംഗ് തന്നെയാണ്. അപ്പോൾ ആക്ച്വലി ആ ഒരു തെറ്റിന്, ആ ഒരു പേടി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവാനുള്ള കാരണം നമ്മൾ ഇപ്പോഴും എന്താണെന്നറിയോ, നമ്മൾ ഇപ്പോഴും ഇങ്ങനെ മനസ്സ് കൊണ്ടെടുക്കുകയാണ് എഡിറ്റിംഗ്. അയ്യോ, ഗ്രാമർ അതെനിക്കറിയില്ല, എനിക്ക് അതേ അറിയില്ല എന്നുള്ള അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മൾ കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് അത് കിട്ടാത്തത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മുടെ എക്സാം അടുത്ത് വരികയാണെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ കണ്ണിലേക്ക് കിടക്കാൻ കേട്ടോ. സോ എനിവേ, നമ്മുടെ ഈ ഒരു ചാനൽ, ഇതിലൂടെ നമ്മൾ സ്റ്റുഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു അക്കൗണ്ടിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. നിങ്ങളുടെ കമ്മിങ് എക്സാംസിന് ഇപ്പോൾ നമ്മൾ ബോർഡ് എക്സാംസ് മുതൽ 8, 9, 10, 11 +1, +2 ഡിഗ്രി PG ലെവലുള്ള ക്ലാസ്സുകൾ മുഴുവൻ നമ്മൾ ഈ ഗ്രൂപ്പിൽ ഈ ഒരു ചാനലിനകത്ത് നമ്മൾ ഷെയർ ആക്കാറുണ്ട്. സോ എനിവേ, ഇഫ് യു സബ്സ്ക്രൈബ് ദിസ് ചാനൽ, ഐ എം ഷുവർ ദാറ്റ് ഇറ്റ് വിൽ ബി എ ബെനിഫിറ്റ് ഫോർ യു. യു വിൽ ഗെറ്റ് മോർ ഇൻഫർമേഷൻ ഫ്രം ദിസ് ചാനൽ. ഓക്കെ, സോ എനിവേ എന്തായാലും നിങ്ങൾ അങ്ങനെ ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മൾ എഡിറ്റിങ്ങിനകത്ത് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ്. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കാണിക്കുന്നതിന് മുന്നേ ഒരു എഡിറ്റിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇവിടെ ആദ്യം പറയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ഒരു റൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഡിറ്റിംഗ് ക്വസ്റ്റ്യനകത്ത്, അതായത് നമ്മുടെ SLC എക്സാമിനകത്ത് എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ് കമ്പാരിറ്റീവ്ലി. ഹയർ സെക്കൻഡറിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്ന്. കാരണം ഇവിടെ അണ്ടർലൈൻഡ് വേർഡ്സ്, അതായത് തെറ്റ് എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ തെറ്റ് കാണിച്ചു തന്നിട്ടുള്ള തെറ്റ് നമ്മൾ ശരിയാക്കി മാത്രം മതി. അതല്ല നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. സോ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയിൽ ആ തെറ്റ് കാണിച്ചു തരില്ല. സോ അവിടെ കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. ഇവിടെ തെറ്റ് കാണിച്ചു തരുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര സുഖാണ് ഈ ഒരു സംഗതി. അപ്പോൾ ഞാൻ പറയട്ടെടാ, ആദ്യത്തെ റൂള്, നമ്മുടെ ക്വസ്റ്റ്യനകത്ത്, അതായത് വേർബിന്റെ ഫസ്റ്റ് ഫോം, അതായത് V1 തന്നിട്ട് അത് തെറ്റാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നോർമലി ഉത്തരം ഏതായിരിക്കും? V2 ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഈ എഡിറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം SSLC ഇതുവരെയുള്ള എക്സാംസിന് അവർ ചോദിക്കുന്നതായിട്ടുള്ള ചില മിസ്റ്റേക്സ് ഉണ്ടല്ലോ. ആ മിസ്റ്റേക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതല്ലേ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അവിടെ ഞാൻ ആദ്യം പറയുന്ന കാര്യം ഇതാണ്: തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് ഒരു വേർബിന്റെ ഫോം, അതായത് V1 തന്നിട്ട് അത് തെറ്റാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉത്തരം ഏതായിരിക്കും? V2 ആയിരിക്കും. നേരെ തിരിച്ചു വരാനും സാധ്യതയുണ്ട്. V2 തന്നിട്ട് അത് തെറ്റാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ V1 ആയിരിക്കും. അപ്പോൾ ചില ആളുകൾക്കൊരു സംശയമുണ്ട്, സാറേ ഒരു വേർബിന് V1 ഉം V2 മാത്രമല്ലോ, തേർഡ് ഫോമും ഇല്ലേ, അപ്പോൾ V3 ആയിക്കൂടെ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും നോക്കണ്ട. എന്ത് ചെയ്യുക, ആ അണ്ടർലൈൻഡ് വേർഡ്സിന് മുന്നിൽ, ആ അണ്ടർലൈൻഡ് വേർഡിന് മുന്നിൽ ഹാവോ, ഹാസോ, ഹാഡോ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട, അവിടെ വേർബിന്റെ ഏത് ഫോം ആയിരിക്കും? V3 ഫോം ആയിരിക്കും. അപ്പോൾ വേർബ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മാർക്ക് നമുക്ക് കിട്ടി, അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്താ? V1 തന്നിട്ട് അത് തെറ്റാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉത്തരം V2 ആയിരിക്കും. V2 തന്നിട്ട് അത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഉത്തരം ഏതായിരിക്കും? V1 ആയിരിക്കും. ഇനിയിപ്പോൾ V3 ആണോ എന്നൊരു ഡൗട്ട് നമുക്ക് ഉണ്ട് എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ അണ്ടർലൈൻഡ് വേർഡിന് മുന്നിൽ ഹാവോ, ഹാസോ, ഹാഡോ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഏതായിരിക്കും? V3 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു മാർക്ക് കേട്ടോ. ഈ ഒരു റൂൾ അറിയുന്ന ഒരു കുട്ടിക്ക് എഡിറ്റിങ്ങിനകത്തെ ഒരു 1 മാർക്ക് അവിടെ കിട്ടി എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഇതിൽ തന്നെ പറഞ്ഞു പോകേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ മോഡൽ ഓക്സിലറീസ് ഉണ്ടല്ലോ. മോഡൽ ഓക്സിലറീസിന് ശേഷം ഒരു വേർബ് യൂസ് ആക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് V1 ആയിരിക്കണം, അല്ലേ? അതായത് ഈ മോഡൽ ഓക്സിലറീസ് ഏതൊക്കെയാണെന്ന് അറിയാത്തവരുണ്ടോ? 24 ഓക്സിലറീസ് ആണല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. 24 ഓക്സിലറി വെർബ്: ഈസ്, ആം, ആർ, വാസ്, വർ, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ്, മേ, മൈറ്റ്, മസ്റ്റ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, നീഡ്, ഡെയർ, ഓർ ടു, യൂസ് ടു. ഇതിനകത്ത് പ്രൈമറി അല്ലാത്ത, അതായത് മേ, മൈറ്റ്, മസ്റ്റ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, നീഡ്, ഡെയർ, ഓർ ടു, യൂസ് ടു, ഇത്രയും ഓക്സിലറീസിനെയാണ് നമ്മൾ മോഡൽ ഓക്സിലറീസ് എന്ന് പറയാം. ഇതിന് ശേഷം ഒരു വേർബ് യൂസ് ആക്കുന്നുണ്ടെങ്കിൽ അത് V1 ആയിരിക്കണം. അതിപ്പോൾ ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മൾ റൂൾ സഹിതം പഠിക്കണം എന്നാണ്. മേലെ നമ്മൾ പഠിച്ച ആ ഒരു റൂളിൽ തന്നെ ഈ ഒരു ഉത്തരം കിട്ടും. അതാണ് നമ്മൾ അതിലേക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്തതിന്റെ കാരണം അതാണ്. V2 തന്ന് അതെറ്റാന്ന് പറയുന്നത് V1 ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ തന്നെ ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷേ റൂൾ നമ്മൾ പഠിച്ചു വയ്ക്കുക. റൂൾ പഠിക്കുമ്പോഴാണല്ലോ ശരിക്കും നമ്മൾ ഗ്രാമർ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മോഡൽ ഓക്സിലറീസിന് ശേഷം വേർബിന്റെ ഫസ്റ്റ് ഫോമേ യൂസ് ആക്കാൻ പാടുള്ളൂ. പിന്നെ ടു, ബെയർ, ഇൻഫിനിറ്റീവ്, അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. 2ന് ശേഷം ഒരു വേർബ് തന്നിട്ട് ആ തന്നത് V2 ആണെങ്കിൽ അത് V1 ആക്കാനാണ്. അതായത് 2ന് ശേഷം വേർബിന്റെ ബേസ് ഫോമേ നമ്മൾ യൂസ് ആക്കാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു സെന്റൻസിനകത്ത് ടു വെന്റ് എന്ന് തന്നിട്ട് ആ വെന്റ് അണ്ടർലൈൻ ചെയ്തു എന്ന് കരുതുക. അവിടെ V2 തെറ്റാന്ന് പറയുന്നുണ്ട്. ഉത്തരം V1 ആണ്. ഗോ ആണ് അവിടെ ഉത്തരം. എന്തുകൊണ്ട് ഗോ വന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുക. അപ്പോഴാണ് നമ്മൾ ഗ്രാമർ പഠിക്കുന്നത്. അവിടെ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട്, അല്ലേ? സോറി, റൂമല്ല, റൂളാണ്, റൂൾ ഉണ്ട്. സോ അവിടെ എന്താണ്? 2ന് ശേഷം വേർബിന്റെ ബേസ് ഫോമേ നമ്മൾ യൂസ് ആക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ വന്നത്.
അതുപോലെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് സംഗതികളുണ്ടല്ലോ. നോർമലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ചില റൂൾസ് സംഗതികളാണ്. ഹാവോ ഹാസോ തന്ന് അത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഉത്തരം മോസ്റ്റ് പ്രോബബ്ലി പ്രസന്റിലുള്ള സെന്റൻസ് പാസ്റ്റിലേക്ക് ആക്കാനാണെങ്കിൽ ഹാഡ് ആക്കാനായിരിക്കും. വാസ് തന്നത് തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ വേർ ആക്കാനായിരിക്കും. അത് നേരെ തിരിച്ചും വരാറുണ്ട്. അതൊന്നും ഇപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞ് കൺഫ്യൂസിംഗ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഒരു കുട്ടിക്ക് അറിയുന്ന കാര്യം. എന്നിട്ടാ ഇതല്ലാതെ ഡൂഡസിന്റെ യൂസേജ് നമുക്ക് നമ്മളോട് ചോദിക്കാറുണ്ട്. ഡൂഡസിന്റെ യൂസേജ് ചോദിക്കാറുണ്ട്. ഡു ഫോം തന്നിട്ട് ഡസ് ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ ഡസ് തന്നിട്ട് ഡു ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കാം. അവിടെ അങ്ങനെ നിങ്ങൾ പഠിക്കണേ. ഡു ഡസ് അതിന്റെ ആ ഒരു ഫോം ചേഞ്ച് നമ്മളോട് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഐ തിങ്ക് നമ്മുടെ മോഡൽ എക്സാംസിന് സിമ്പിൾ പ്രസന്റൻസിലുള്ള ഒരു സെന്റൻസ് തന്നിട്ട് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലേ ഡസ് ഫോം തന്നിട്ട് അത് ഡൂയിലേക്ക് മാറ്റാനും അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം അവിടെ വരാറുണ്ട്. ദെൻ ഒരു LY ഫോം ആഡ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ സാധാരണ എഴുത്തിനകത്ത് വരാറുണ്ട് അല്ലെ. അഡ്വേർബിന്റെ രൂപത്തിലാണ് വരാറ്. ഫോർ എക്സാമ്പിൾ ക്ലോസ് എന്ന് തന്നിട്ട് അത് അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ്ലി അഡ്വേർബിയൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും. അതുപോലെ ലൗഡ് എന്ന് തന്ന് അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അത് ലൗഡ്ലി അങ്ങനെ ആക്കാനായിരിക്കും. ഒരു LY ഫോം ആഡ് ചെയ്യാനുള്ള ക്വസ്റ്റൻ നമുക്ക് വരാറുണ്ട്. ദെൻ ഇതല്ലാതെ നമുക്ക് അറിയുന്ന ഒരുപാട് സംഗതികളുണ്ട് അല്ലേ. എന്താ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയുന്നതാണ്. തെറ്റിച്ച് തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിക്കൂടെ, നമുക്ക് ഉത്തരത്തിലേക്ക് തരാൻ പറ്റും. ഓക്കെ ഗുഡ്. ഇതല്ലാതെ ഓർഡർ ചോദിക്കാറുണ്ട്. സോ ഇതൊക്കെ സിമ്പിൾ അല്ലേ. രണ്ട് സെറ്റ് ഓഫ് വേർഡ്സ് അണ്ടർലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിംപ്ലി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അത് ഓർഡർ തിരിച്ചിടാനായിരിക്കും അല്ലേ. ഐ മീൻ ഓഫ്സെറ്റ് എന്ന് തന്നിട്ട് അത് അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മനസ്സിലാക്കാം ഓഫ്സെറ്റ് അല്ല സെറ്റ് ഓഫ് ആണ്, നേരെ തിരിച്ചിട്ടാൽ മതി എന്നുള്ള കാര്യം നമുക്ക് അവിടെ അറിയാം അല്ലേ. അപ്പോൾ ഇതൊക്കെ എഡിറ്റിങ്ങിനകത്ത് പ്രധാനപ്പെട്ട റൂളുകളാണ്. ഇനി ഇതല്ലാതെ ഉള്ള ഒരു ഒന്നെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദയുടെ റൂൾ ചോദിക്കാറുണ്ട്. വൺ ഓഫ് ദയുടെ ശേഷം പ്ലൂരലേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്ലൂരൽ നൗണേ നമ്മൾ യൂസ് ആക്കാൻ പാടുള്ളൂ അല്ലേ. ഇത് അങ്ങനെ പഠിച്ചു വെക്കുക, അതാണ് ശരിക്കും ഗ്രാമം. ഇനി ഇതല്ലാതെ സിംഗുലർ തന്നിട്ട് അത് തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ പ്ലൂരൽ ആക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലും ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു മാർഗം കൂടി അതിലുണ്ട്. അപ്പോഴാ ഇത്രയും റൂളുകൾ അറിയുന്ന ഒരു കുട്ടിയാണ് SSLC എക്സാമിനകത്തെ ആ ഒരു എഡിറ്റിംഗ് ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ ദാറ്റ് ഡെഫിനറ്റ്ലി ഹീൽ സ്കോർ. അവൻ ആ മാർക്ക് കിട്ടും, ഒരു സംശയമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാൻ റിവൈൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോ കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, നോർമൽ സ്പീഡിലൊന്നും നിങ്ങൾ കേൾക്കണം. നിങ്ങൾ സ്പീഡൊക്കെ കൂട്ടിയിട്ട് ഒരു 2x 1.5x ഒക്കെ ഇട്ട് കേട്ടോ. കാരണം നമുക്കിതൊക്കെ അറിയുന്നതാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, വേർബിന്റെ ഫസ്റ്റ് ഫോം തന്നിട്ട് തെറ്റാന്ന് പറയുന്നത് ഉത്തരം V2 ആയിരിക്കും. അതുപോലെ V2 തന്ന് തെറ്റാന്ന് പറയുന്നത് V1 ആയിരിക്കും. ഇനി V3 ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ മുന്നിലേക്ക് നോക്കിയാൽ മതി. അണ്ടർലൈൻഡ് വേർഡ്സിന് മുന്നിൽ ഹാവോ ഹാസോ ഹാഡ് ഉണ്ടെങ്കിൽ ഉത്തരം V3 ആയിരിക്കും. ഓക്കെ ഗുഡ്. ദെൻ മോഡൽ ഓക്സിലറീസിന് ശേഷം V1 ആയിരിക്കും. ദെൻ മോഡൽ ഓക്സിലറി ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. ഓക്കെ. ദെൻ ടൂവിന് ശേഷം ഒരു വേർബ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് V1 ആയിരിക്കണം. ഹാവ് ഹാസോ ഒക്കെ തന്നിട്ട് തെറ്റാന്ന് പറഞ്ഞാൽ ഹാഡ് ആയിരിക്കും. വാസ് തെറ്റാന്ന് പറയുന്നത് വേർ ആയിരിക്കും. വേർ തെറ്റാന്ന് പറയുന്നത് മേ ബി അത് വാസ് ആക്കാനായിരിക്കും. ദെൻ ഡു ഡസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരാറുണ്ട്. LY ഫോം ചോദിക്കാറുണ്ട്. സ്പെല്ലിംഗ്, ഓർഡർ, വൺ ഓഫ് ദയുടെ യൂസേജ്, ഈ സിംഗുലർ പ്ലൂരൽ ആക്കാനുള്ള ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ റൂളുകൾ അറിയുന്ന ഒരു കുട്ടി സിമ്പിളായിട്ട് നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയണമല്ലോ. അത് അറിഞ്ഞതിന് ശേഷം ക്വസ്റ്റനിലേക്ക് പോകുമ്പോഴേ അത് സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഇനി നമ്മളിവിടെ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യും കേട്ടോ. സോ നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റൻസ് ഒന്ന് നോക്കണേ. ഓക്കെ. നേരത്തെ പറഞ്ഞു വെച്ചാൽ ഒരു റൂളിലേക്ക് ഈ റിലേറ്റീവ് ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾക്കത് ഫെമിലിയർ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. റിലേറ്റീവ് ക്ലോസിനകത്ത് എഡിറ്റിംഗിന്റെ ഭാഗത്ത് ചോദ്യം കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ റിലേറ്റീവ് ക്ലോസിനകത്ത് നിങ്ങൾക്ക് അറിയാലോ, പ്രധാനമായും റിലേറ്റീവ് ക്ലോസ് എക്സാമിന് വരുന്ന റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഹൂ വരാറുണ്ട്, അതുപോലെ ഹൂം, വിച്ച്, ദാറ്റ്, അതുപോലെ വേർ. ഇതിനകത്ത് ഏത് റിലേറ്റീവ് ക്ലോസ് ആണ് യൂസ് ആക്കുന്നത് എന്നുള്ളത് നമ്മളോട് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇത് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു വ്യക്തിയെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ആളുടെ കൂടെ ഉപയോഗിക്കുന്ന, ആളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് ഹൂ എന്നോ ഹൂം എന്നോ ആണ്. അതുപോലെ ഒരു സാധനത്തെ കുറിച്ചാണ് പറയുന്നത്, അങ്ങനെ ഒരു തിങ്ങിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ യൂസ് ആക്കുന്ന റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് വിച്ചോ ദാറ്റോ ആണ്. അതല്ല ഒരു പ്ലേസിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ആക്കേണ്ട റിലേറ്റീവ് ക്ലോസ് ഏതാണ്, വേർ ആണ്. ഇതും കൂടെ നമ്മൾ ആ ഒരു എഡിറ്റിംഗ് റൂളിനകത്തേക്ക് നിങ്ങളൊന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഹിയർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ചോദ്യം നമ്മൾ നോക്കുകയാണ്. മിസ്റ്റർ തോററ്റ്സ്മാൻ ഹാഡ് ഫിക്സ്ഡ് a 5-foot iron rod to the ground about 30 feet from the area whom the tiger was supposed to take a walk. They took a thin, long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. The other end were tied firmly to the visible portion of the iron rod. And I hope you're familiar with this passage. Yes, this is taken from Project Tiger by Satyajit Ray. 2016 ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഇതിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ റൂളുകൾ മുഴുവൻ അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ സ്പീഡിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അല്ലേ. ഇവിടെ ആദ്യം അണ്ടർലൈൻ ചെയ്ത വേർഡ് ഫിക്സ് എന്നല്ലേടാ. ഫിക്സ് എന്ന് പറയുന്നത് V1 അല്ലേ. V1 തന്നിട്ട് അത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഉത്തരം ഏതായിരിക്കും, V2 ആയിരിക്കും, അല്ലെങ്കിൽ V3 ആയിരിക്കും. ഇവിടെ ഫിക്സ് എന്ന വേർബിന്റെ V2 എന്താണ്, ഫിക്സ്ഡ് എന്നാണ്. V3 എന്താണ്, ഫിക്സ്ഡ് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ആവശ്യം തന്നെ ഇല്ല. ഫിക്സ്ഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ ഉത്തരം ശരിയാണ്. ദെൻ എന്തുകൊണ്ട് V3 ആയിട്ടുള്ള ഫിക്സ് വന്നു എന്നുള്ളത് നമ്മളവിടെ പഠിക്കണം. ഫിക്സ്ഡ് വന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം അല്ലേ. കാരണം ആ അണ്ടർലൈൻഡ് വേർഡിന് മുന്നേ ഹാഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റൂൾ പഠിച്ചിട്ടുണ്ട്, അണ്ടർലൈൻഡ് വേർഡിന് മുന്നിൽ ഹാവോ ഹാസോ ഹാഡോ വന്നാൽ വേർബിന്റെ തേർഡ് ഫോം ആണ് യൂസ് ആക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഹാഡ് ഫിക്സ് എന്നല്ല, ഹാഡ് ഫിക്സ്ഡ് എന്നാണ് അല്ലേ. വേർബിന്റെ ഫിക്സ് എന്ന വേർബിന്റെ തേർഡ് ഫോം ആയിട്ടുള്ള ഫിക്സ്ഡ് ആണ് അവിടെ ഉത്തരം. ഓക്കെ ഗുഡ്. ആൻഡ് സെക്കൻഡ് അണ്ടർലൈൻഡ് വേർഡ് ഏതാണ്, ഹൂം എന്നല്ലേ. അതായത് ഹൂം എന്ന റിലേറ്റീവ് ക്ലോസ് തന്നിട്ട് അത് തെറ്റാണ് എന്ന് അവിടെ പറയുന്നുണ്ട് അല്ലേ. ആ റിലേറ്റീവ് ക്ലോസ് തെറ്റാണ്. അപ്പോൾ ഇനി അവിടെ ഏതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്കറിയാം ഹൂം, അതുപോലെ റിലേറ്റീവ് ക്ലോസിനകത്ത് ഹൂം, ഹൂ, വിച്ച്, ദാറ്റ്, വേർ, ഇതൊക്കെയാണ് റിലേറ്റീവ് ക്ലോസ് സാധാരണ ചോദിക്കാറുള്ളത്. ഇവിടെ എന്തിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് നോക്കുക അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു വ്യക്തിയെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ഹൂവോ ഹൂമോ, സാധനമാണെങ്കിൽ വിച്ചോ ദാറ്റോ, സ്ഥലമാണെങ്കിൽ വേറോ, ഇതാണെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ എന്താ നോക്കുക, ആ ഒരു ഫസ്റ്റ് 5 foot iron rod to the ground കഴിഞ്ഞിട്ട് about 30 feet from the area
ഡാഷ് ദ ടൈഗർ വാസ് സപ്പോസ് ടു വാക്ക്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതിനെ കുറിച്ചാണ്, ഏരിയയെ കുറിച്ചാണ്, ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ ഹിയർ ആൻസർ വിൽ ബി വേർ. അല്ലെ, നമ്മൾ റിലേറ്റീവ് ക്ലോസ് റൂൾ പഠിച്ചിട്ടില്ലേ, ഒരു സ്ഥലത്തെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ യൂസ് ആക്കേണ്ട റിലേറ്റീവ് ക്ലോസ് ചെയ്താൽ അവിടെ നമുക്ക് വേർ ആണെന്ന് പറയാൻ പറ്റും. ദെൻ തേർഡ് അണ്ടർലൈൻ വേർഡ് കണ്ടോ നിങ്ങൾ, ആ MAID, മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ, അങ്ങനെയാണോ അവിടെ മെയ്ഡ് എന്ന് എഴുതുന്നത്? അല്ലല്ലോ, അത് തെറ്റല്ലേ? യെസ്, അവിടെ സ്പെല്ലിംഗ് ആണ്, MADE ആണ് അവിടെ ഉത്തരം, MAID അല്ല. അത് നമുക്ക് കിട്ടി. നെക്സ്റ്റ് വൺ നോക്ക് നിങ്ങൾ, വേർ തിന്നിട്ട് അത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം വേർ തിന്നിട്ട് തെറ്റാന്ന് പറയുന്ന ഉത്തരം എന്താ? വാസ് ആണ്. സോ ഹിയർ വാസ് വിൽ ബി ദ ആൻസർ. സോ ഇതാണ് ആദ്യത്തെ ചോദ്യം കേട്ടോ. സോ ദെൻ നെക്സ്റ്റ് വൺ നോക്കടാ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതിനകത്ത് ഞാൻ പാരഗ്രാഫ് വായിക്കുന്നില്ലേ, ദിസ് ഇസ് ടേക്കൺ ഫ്രം ഏതാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ ഹവ് മെയ്ഡ് അല്ലേ, അതിൽ നിന്നാണ് ആക്ച്വലി ഒരു വർക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. സോ ദെൻ ഹിയർ നോക്ക്, ആദ്യത്തെ തെറ്റ്, ഐ കുഡ് മെറ്റ് ദ ഡോക്ടർ ഫോർ സെക്കൻഡ് ടൈം. അവിടെ V2, അതായത് മീറ്റ് എന്ന വേർബിന്റെ സെക്കൻഡ് ഫോം മെറ്റ് തന്നിട്ട് അത് തെറ്റാണ് എന്ന് പറഞ്ഞു. V2 തന്നിട്ട് അത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കും? V1 ആയിരിക്കും അല്ലേ. ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ ശ്രദ്ധിക്കാൻ, ആ അണ്ടർലൈൻഡ് വേർഡിന് മുന്നിൽ വന്നത് ഒരു മൊഡൽ ഓക്സിലറി അല്ലേ, കുഡ് ഒരു മൊഡൽ ഓക്സിലറി അല്ലേ, മൊഡൽ ഓക്സിലറിയുടെ ശേഷം V1 യൂസ് ആക്കാൻ പാടുള്ളൂ. സോ ദാറ്റ് ഇസ് അവിടെ മെറ്റ് അല്ല മീറ്റ് ആണ് അല്ലേ. ഓക്കെ ഗുഡ്. ആൻഡ് നെക്സ്റ്റ് വൺ, അവിടെ റിമെമ്പേഴ്സ് എന്ന് തന്നിട്ട് അത് തെറ്റാന്ന് പറയുന്നുണ്ട്. സ്റ്റിൽ ഐ റിമെമ്പേഴ്സ്, അതായത് വേർബിന്റെ S ഫോം തന്നിട്ട് അത് തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ ആ S ഫോം കട്ട് ചെയ്താൽ മതി. എന്താ ഉത്തരം? സ്റ്റിൽ ഐ റിമെമ്പർ ദാറ്റ് നൈറ്റ് അല്ലേ. ദെൻ അടുത്തത് ഹൂം തന്നിട്ട് അത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ റിലേറ്റീവ് ക്ലോസ് ആണ്. ആരെ കുറിച്ചാണ് ഇവിടെ ആരെ കുറിച്ചാണ് പറയുന്നത് നോക്കുക, വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ദ ഡോക്ടർ, യെസ്, ഡോക്ടറെ കുറിച്ചാണ് പറയുന്നത്. ഡോക്ടറെ കുറിച്ച് പറഞ്ഞിട്ട് ഹൂം തെറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഡോക്ടറാണ് ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത്, ഹൂം തെറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വ്യക്തിയുടെ കൂടെ ഉപയോഗിക്കുന്ന വേറെ സംഗതി കൂടെ ഉണ്ടല്ലോ, അതേതാ? ഹൂ അല്ലേ. അപ്പൊ അവിടെ ഹൂം അല്ല, ഹൂ വാസ് പ്രാക്ടീസിംഗ് ആണ് അവിടെ. ശരി കേട്ടോ. ആൻഡ് ഐ ഫെൽ ഇൻ ബാഡ് കമ്പനി ആൻഡ് ഓൾമോസ്റ്റ് ഡിസ്ട്രോയിഡ് മൈസെൽസ് എന്നുള്ള ആ ഒരു യൂസ് ചെയ്ത് തെറ്റില്ലേടാ, മൈസെൽസ് അല്ലല്ലോ, മൈസെൽഫ് ആണ്. സോ അവിടെ ആണ് ഉത്തരം. അപ്പൊ ആ ഒരു ആൻസറും കൂടെ നമുക്ക് എന്ത് ചെയ്തു ഇവിടെ കിട്ടിയുള്ളതാണ്. സോ ഇത് പഠിക്കുന്ന ആൾക്ക്, റൂളുകൾ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉത്തരം കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വെരി സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വൺ അല്ലേ, നമ്മൾ മുഴുവനായിട്ട് പാരഗ്രാഫ് വായിക്കുന്നില്ല കേട്ടോ, കാരണം ഒരുപാട് ടൈം അത് എടുക്കും. അതുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നമ്മൾ തെറ്റും അതിന്റെ എക്സ്പ്ലനേഷൻ മാത്രമേ ഇവിടെ പറയാണ്. സോ ഹിയർ ഫസ്റ്റ് അണ്ടർലൈൻ വേർഡ് മേക്ക് എന്ന് തന്നിട്ട് അത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. എടാ അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണേ, അതായത് V1 നിന്ന് V2 അങ്ങനെ തന്നെ എപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ എ ഗേൾസ് ഗാർഡൻ ഈസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് എ ഗേൾസ് ഡ്രീം ഓഫ് എന്ന് പറഞ്ഞ് മേക്ക് തന്നിട്ടുണ്ട്. സോ അവിടെ നമ്മൾ V2 അങ്ങനെ മാറ്റാനല്ല, അവിടെ വേർബിന്റെ ING ഫോം ആഡ് ചെയ്യാനാണ്. ഡ്രീം ഓഫ് മേക്കിംഗ് എന്നാണ്. എപ്പോഴാണ് നമ്മൾ ഒരു വേർബിന്റെ ING ഫോം യൂസ് ആക്കുന്നത്? ഒരു വേർബിന്റെ ING ഫോം യൂസ് ആക്കണമെങ്കിൽ ആ അണ്ടർലൈൻഡ് വേർഡിന് മുന്നിൽ ഈസോ ആമോ ആറോ വോസോ വേറൊക്കെ വരികയാണെങ്കിൽ പിന്നെ വേർബിന്റെ ING ഫോം യൂസ് ആക്കാൻ പാടുള്ളൂ. ഇവിടെ ഒരു പ്രപ്പോസിഷൻ ഓഫ് വന്നിട്ടുണ്ട്, ഓഫിന് ശേഷം. അപ്പൊ അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേർബിന്റെ ING ഫോം യൂസ് ആക്കാൻ പാടുള്ളൂ എന്നുള്ളത്. ഇവിടെ ആദ്യത്തിലുണ്ടല്ലോ, എ ഗേൾസ് ഗാർഡൻ ഈസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് എ ഗേൾസ് ഡ്രീം ഓഫ് മേക്കിംഗ് എന്നല്ലേ പറയുന്നത്. ഈസ് അവിടെയുണ്ട്. സോ ING ഫോം ആണ് യൂസ് ആക്കേണ്ടത്. ആൻഡ് ഹിയർ ദ സെക്കൻഡ് എറർ, ആസ്ക് തന്നിട്ട് അത് തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കും? അതായത് V1 തെറ്റാന്ന് പറയുന്നത് V2 ആയിരിക്കും, ആസ്ക്ഡ് ആണ് അല്ലേ. ആൻഡ് ദെംസെൽസ്, അവിടെ നമ്മളൊന്ന് വായിച്ചു നോക്കണേ. ദ ലിറ്റിൽ ഗേൾ ടു വർക്ക് ഓൺ ഇറ്റ് ഓൾ ബൈ ദെംസെൽസ്. ലിറ്റിൽ ഗേളിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ ലിറ്റിൽ ഗേളിനെ കുറിച്ച് പറഞ്ഞിട്ട് ദെംസെൽസ് എന്നാണ് അവിടെ കൊടുത്തത്. ദെംസെൽസ് എന്നാണ് നമ്മൾ അവിടെ പറയാം. അവളെ കുറിച്ച് തന്നെയല്ലേ അവിടെ പറയുന്നത്. അപ്പോൾ ഓൺ ഇറ്റ്സ് ഓൾ ബൈ ഹെർസെൽഫ് ആണ്, ദെംസെൽസ് അല്ല. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ, ചൈൽഡ്ഹുഡ് റൂറൽ. ഇതാണ് നമ്മൾ പറഞ്ഞത്, അതായത് ഓർഡർ സെറ്റ് ആക്കാനുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. 2 വാക്കുകൾ തരികയാണെന്ന് നീ സംശയിക്കേണ്ട. എന്താക്കാനാ ഇത്? ചൈൽഡ്ഹുഡ് റൂറൽ എന്നുള്ള റൂറൽ ചൈൽഡ്ഹുഡ് എന്നാക്കാനാണ്. 2017 മോഡൽ എക്സാമിൽ ചോദിച്ചൊരു ചോദ്യം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. സോ ദ നെക്സ്റ്റ് വൺ ഓക്കെ, ഫോർത്ത് വൺ, അണ്ടർലൈൻഡ് വേർഡ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവിടെ ഐ വുഡ് ഗോട്ട് അല്ലേ, ഐ വുഡ് ഗോട്ട്. അവിടെ ഐ വുഡ് ഗോട്ട് തെറ്റാന്ന് പറയുന്നുണ്ട്. വുഡ് എന്ന് പറയുന്നത് ഒരു മോഡൽ ഓക്സിലറി അല്ലടാ. മോഡൽ ഓക്സിലറിന് ശേഷം നമ്മൾ ഗോട്ട് അതാണോ നമ്മൾ യൂസ് ആക്കേണ്ടത്? ഐ വുഡ് ഗെറ്റ് അല്ലേ, ഐ വുഡ് ഗെറ്റ്. ഓക്കെ, ഐ വുഡ് ഗെറ്റ് മാരിഡ് ടു എ വിമൻ ഡോക്ടർ ഹു ഹാവ് തന്നിട്ട് അത് തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കും? ഹാഡ് ആയിരിക്കും. ഹാഡ് പ്ലന്റി ഓഫ് മണി ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ഇഫ് ഐ മെയ്ഡ് സം മിസ്റ്റേക്സ് സില്ലി. 2 വാക്കുകൾ തരുന്നുണ്ടെങ്കിൽ ഓർഡർ സെറ്റ് ആക്കാനായിരിക്കും. എന്താണ്? സില്ലി മിസ്റ്റേക്സ് ആണ് അല്ലേ, സില്ലി മിസ്റ്റേക്ക്. ഓക്കെ, ദെൻ ആബിൾ ടു റാൻ ആഫ്റ്റർ മീ. റാൻ ആഫ്റ്റർ ആണോടാ? ആബിൾ ടു റൺ ആഫ്റ്റർ മീ അല്ലേ. ടു ബെയർ ഇൻഫിനിറ്റീവ് നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ടൂന് ശേഷം വേർബിന്റെ ഫസ്റ്റ് ഫോമിൽ യൂസ് ആക്കാൻ പാടുള്ളൂ. അപ്പോൾ റാൻ ആഫ്റ്റർ അല്ല, റൺ ആഫ്റ്റർ മീ. ഓക്കെ, അതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ കേട്ടോ. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കെ, പെട്ടെന്ന് നോക്കാം നമുക്ക്. സ്മേയോ യു നോ ദിസ് ചാപ്റ്റർ. ഇത് എവിടുന്നാണ് അടുത്ത്? സ്നേക്ക് ആൻഡ് ദ മിറർ അല്ലെ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്നേക്ക് ആൻഡ് ദ മിറർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ആണ്. അവിടെ സ്മേയോ എന്ന് പറയുന്ന ആ V1 തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. ഉത്തരം എന്തായിരിക്കും? V2 ആയിരിക്കും, സ്മേയോർ ആണ്. ഓക്കെ. ആൻഡ് സെക്കൻഡ് വൺ, ആ അണ്ടർലൈൻ വേർഡ് കാണുമ്പോൾ തന്നെ അറിയൂലേ, മൈ റൂം ടു മൂവ്. അങ്ങനെ അവിടെ MOOVE തെറ്റാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണെന്നുള്ളത് നമുക്ക് മിസ്റ്റേക്ക് നമുക്കറിയാം അല്ലേ. MOVE അല്ലേ, റൂം ടു മൂവ് മൈ തിങ്സ് ഫ്രം ദോ. ഓക്കെ, നെക്സ്റ്റ് വന്ന് നോക്കുന്നത് 2 വാക്ക്, ഔട്ട് ക്ലീൻഡ് എന്ന് തന്നിട്ട് അത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉത്തരം ഇവിടെ എന്താ? ക്ലീൻഡ് ഔട്ട്. ഓക്കെ. ദെൻ തീഫ് ഹാഡ് ലീവ്ഡ് എന്നല്ല അല്ലെ, V3 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഹാഡിന് ശേഷം V3 ഫോം ആണ്. അവിടെ ലീവ്ഡ് എന്നാണോ നമ്മൾ യൂസ് ആക്കാറുള്ളത്? ലെഫ്റ്റ് അല്ലേ, ലെഫ്റ്റ് ആണ് ഉത്തരം. ഓക്കെ. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റൻ അകത്ത് അവിടെ 6 തന്നിട്ട് അത് തെറ്റാന്ന് പറയുന്നുണ്ട് അല്ലെ. അവിടെ മൈ ചൈൽഡ്ഹുഡ് ഡേയ്സ് എന്ന് പറയുന്ന ഒരു സിംഗുലർ, അതായത് ഒരു വർക്കിന്റെ പേരിലടാ, ഒരു വർക്ക് അല്ലേ. അപ്പോൾ അവിടെ 6 അല്ല, ഉത്തരം എന്താണ്? ഈസ് ആണ്. ദെൻ സെക്കൻഡ് വൺ, വിച്ച് തെറ്റാണെന്ന് പറഞ്ഞു. മുന്നിൽ ടാഗോറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് റിലേറ്റീവ് ക്ലോസ് ആണ്. അവിടെ ഹൂ ആണ് നമ്മൾ യൂസ് ആക്കേണ്ടത്. ദെൻ 1A ടാഗോർ സി എന്നല്ല, സി തെറ്റാന്ന് പറയുന്നത്. അവിടെ V1 തെറ്റാണ്, അപ്പോൾ V2 ആണ് അല്ലെ, സോയാണ്. ആൻഡ് ഹിസ് എൽഡർ ബ്രദർ സ്റ്റാർട്ടിംഗ് ഓഫ് ടു സ്കൂൾ ലീവിംഗ് ഹിം ബിഹൈൻഡ് ആണ്, ലീവിംഗ് ആണ്. ഓക്കെ.
ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയിടാം. മൈ സിസ്റ്റർ ഷൂസിനകത്തെ ഒരു പാരഗ്രാഫാണ്. അതിനകത്ത് പറയുന്നുണ്ട് ഫസ്റ്റ് അണ്ടർലൈൻ വേർഡ് സിസ്റ്റർ ഷൂസ് ഫ്രം ദ വെജിറ്റബിൾ ഷോപ്പ്. അവിടെ ആ ഫ്രം തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. ഹി ഹാഡ് കെപ്റ്റ് ഹിസ് സിസ്റ്റർ ഷൂസ് ഇൻ ദ വെജിറ്റബിൾ ഷോപ്പ് അല്ലേ, ഫ്രം ആണോ? അവിടെ സൂക്ഷിച്ചു എന്നല്ലേ പറയുന്നത്, അപ്പോൾ ഇൻ ആണ് അവിടെ കേട്ടോ. ആൻഡ് സെക്കൻഡ് വൺ ഹാസ് കെപ്റ്റ് തെറ്റാണെന്ന് പറയുന്നുണ്ട്. വേർ ഹി ഹാസ് കെപ്റ്റ്, ഹി സെർച്ച് ദ പ്ലേസ് വേർ ഹി ഹാസ് കെപ്റ്റ് ഇറ്റ് ആണോ? അല്ല, ഹാസ് എന്ന് തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ എന്ത് ആയിരിക്കും ഇവിടെ? ഹാഡ് കെപ്റ്റ് ആണ്. ഓക്കെ, ദെൻ ഡിഡിൻറ്റ് ഫൗണ്ട് തെറ്റാന്ന് പറഞ്ഞു. മുന്നിൽ ഡിഡിൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ നമ്മൾ ഫൗണ്ട് എന്ന് എഴുതാൻ പാടുമോ? ഇല്ലല്ലോ, നമ്മൾ അവിടെ എന്ത് എഴുതണം? ബേസ് ഫോമിൽ എഴുതുന്നത് ഡിഡിൻറ്റ് ഫൈൻഡ് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ വാസ് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കും? വേർ ആയിരിക്കും, കാരണം വെജിറ്റബിൾസ് എന്നല്ലേ പറയുന്നത്, അപ്പോൾ അവിടെ വേർ ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റൻ ഒന്ന് നോക്കി നിങ്ങൾ. അവിടെ പറയുന്ന കാര്യം ദ ഷോർട്ട് സ്റ്റോറി വോങ്ക വിച്ച് റോട്ട്, അത് V2 അവിടെ തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും പാസീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് ആണല്ലേ. ദ ഷോർട്ട് സ്റ്റോറി വോങ്ക വിച്ച് ഡാഷ് ബൈ ആന്റൺ ചെക്കോവ് ഇസ് എ മാസ്റ്റർ പീസ്. അപ്പോൾ അവിടെ റോട്ട് എന്നുള്ളതല്ല, ഈസ് റിട്ടൺ അല്ലേ. ദ ഷോർട്ട് സ്റ്റോറി വോങ്ക വിച്ച് ഈസ് റിട്ടൺ ബൈ, അങ്ങനെയാണ് അവിടെ ഉത്തരം വരുന്നത്. സെക്കൻഡ് വൺ മോവിങ് ING തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. വോങ്ക മുന്നിൽ വോങ്കയാണ്, അപ്പോൾ അവിടെ ഏതായിരിക്കും? വേർബിന്റെ എസ് ഫോം ആണല്ലേ. വോങ്ക മോസ് ദ ഹാർട്ട് ഓഫ് എവറി റീഡർ. ദ വിഷ്വൽ ഇമേജസ് ചെക്കോ ക്രിയേറ്റ്, ക്രിയേറ്റ് തെറ്റാണ് എന്ന് പറയുന്നു. ചെക്കോ ക്രിയേറ്റ്സ് ആണ് അല്ലേ, അവിടെ ക്രിയേറ്റ്സ് എന്നാക്കാനാണ്. ആൻഡ് വോട്ട് അട്രാക്റ്റഡ് മീ ദ മോർ അല്ല, അവിടെ ഏതാണ്? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അകത്ത് യൂസ് ആക്കുന്ന മോസ്റ്റ്. മോസ്റ്റ് ഇസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഡോഗ്സ് ഇൻ ദ സ്റ്റോറി എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വണ്ണും കൂടെ, ദാറ്റ് ഇസ് വെരി ഈസി. 10th ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ നോക്കുക നിങ്ങൾ. ആദ്യം അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ് ആസ്ക് എന്നാണ്. V1 തെറ്റാന്ന് പറയുന്നതിന് ഉത്തരം എന്താ? വാസ് ആസ്ക്ഡ് അല്ലേ, ആസ്ക്ഡ്. ദെൻ റാവൻ, റാവൻ സിംഗുലർ തെറ്റാണ് എന്ന് പറയുന്നതിന് ഉത്തരം പ്ലൂറൽ ആയിരിക്കും, റാവൻസ്. ഓക്കെ, ഗുഡ്. ഹാഡിൻറ്റ് വെൻറ്റ് വെരി ബാഡ്. ഹാഡിന് ശേഷം V2 യൂസ് ആക്കാൻ പാടുണ്ടോ? V3 അല്ലേ യൂസ് ആക്കേണ്ടത്. ഹാഡ് നോട്ട് ഗോൺ വെരി ബാഡ്. സോ ദെൻ നെക്സ്റ്റ് വൺ ദേ കുഡിൻറ്റ് ഡു നത്തിങ്. നത്തിങ് തന്നിട്ട് അത് തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ദ ആൻസർ വിൽ ബി എനിത്തിങ്. എനിത്തിങ് ദാറ്റ് മൈ ബി സീൻ ആണ്, സീൻ ആസ് എക്സ്ട്രാ ഓർഡിനറി. ഓക്കെ, അങ്ങനെയാണ് അവിടെ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് വെരി സിമ്പിൾ. അവിടെ നമ്മൾ നോക്കാം. A.J. Cronin was ട്രാവൽ. ട്രാവൽ തെറ്റാന്ന് പറയുന്നുണ്ട്, ഉത്തരം എന്തായിരിക്കും? വാസ് ട്രാവലിംഗ് ഫ്രം അല്ലേ, മുന്നിൽ വാസ് ഉണ്ട്, അപ്പോൾ ING ഫോമേ യൂസ് ആക്കാൻ പാടുള്ളൂ. ട്രാവലിംഗ് ഫ്രം അമേരിക്ക ടു ലണ്ടൻ. ദെൻ ഹൂം, ഹൂം അവിടെ തെറ്റാന്ന് പറയുന്നുണ്ട്. അതായത് ഒരു വ്യക്തി, മിസ്റ്റർ ജോൺ എസിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വ്യക്തിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിലേറ്റീവ് ക്ലോസ് ഹൂം അല്ലെങ്കിൽ പിന്നെ ഏതാണ്? ഹൂ ആണ്. ഹൂ വാസ് എ സോളിസിറ്റർ ഇൻ ലണ്ടൻ. ക്രോണിൻ സേവ്സ്, സേവ്സ് അവിടെ തെറ്റാന്ന് പറഞ്ഞു, അപ്പോൾ അത് ക്രോണിൻ സേവ്ഡ് എന്നല്ലടാ, V2 അല്ലേ. സേവ്ഡ് യങ് ജോൺസ് ലൈഫ് 25 years ago. then അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഹി ഹാഡ് ഹിംസെൽഫ് ഷട്ട് എന്ന് തന്നത് തെറ്റാന്ന് പറയുന്നുണ്ട്. സോ ഹിയർ ആൻസർ വിൽ ബി ഷട്ട് ഹിംസെൽഫ്. ഹി ഹാഡ് ഷട്ട് ഹിംസെൽഫ് ഇൻ ഹിസ് റൂം ആൻഡ് അറ്റംപ്റ്റഡ് സൂയിസൈഡ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക നിങ്ങൾ. വാട്ട് കോൺസ്റ്റന്റ്, ഇവിടെയാണ് ഞാൻ പറഞ്ഞത് LY ഫോം ആഡ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് അല്ലേ. ഇവിടെ വാട്ട് കോൺസ്റ്റന്റ്ലി എന്നാണ്, കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ്ലി എന്നാക്കാനാണ്. ഓക്കെ, സെക്കൻഡ് നെക്സ്റ്റ് നോക്കുക നിങ്ങൾ. വെനവർ ദ ജോയ് ദാറ്റ് ഓഫ് ഡേ എന്ന് തന്നിട്ടുണ്ട്, ഓർഡർ സെറ്റ് ആക്കാനല്ലേ. ദ ജോയ് ഓഫ് ദാറ്റ് ഡേ എന്നുള്ളതാണ് അവിടെ ഉത്തരം അല്ലേ. നെക്സ്റ്റ് വൺ എന്താടാ? ഐ റിയലൈസസ് തെറ്റാന്ന് പറഞ്ഞു. എസ് ഫോമോട് തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ കംസ് ബാക്ക് ടു മീ ഈവൻ നൗ ഐ റിയലൈസ് വൈ റൈം ഈസ് സോ നീഡ്ഫുൾ ഇൻ പോട്രി അല്ലേ. അവിടെ ഈ സലയുടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രൂപത്തിലാണ് അവിടെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റൻസ്, ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 12ഓളം ക്വസ്റ്റൻസ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു 5-6 ക്വസ്റ്റൻസും കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോകണേ. 13th ക്വസ്റ്റൻ നിങ്ങൾ നോക്കുക. അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ് ഹാഡ് ബീൻ വർക്ക്ഡ് തെറ്റാന്ന് പറയുന്നുണ്ട്. ഹാഡ് ബീൻ വർക്ക്ഡ് എന്ന് പറയാൻ പാടുമോ? ഹാഡ് ബീൻ വർക്കിംഗ് എന്നല്ലേ നമ്മൾ പറയുന്നത്. അവിടെ മിസ്റ്റർ തോററ്റ് ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദ കമ്പനിയാണ്. ആൻഡ് ഹി വാസ് വെരി സ്ട്രോങ് ആൻഡ് ലുക്ക് ലൈക്ക് എ നേപ്പാളി. ലുക്ക് തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ ലുക്ക്ഡ് ലൈക്ക് എ നേപ്പാളിയാണ്. റൈറ്റ് ടെൽസ് ഹിം ദാറ്റ്, റിപ്പോർട്ടഡ് സ്പീച്ചിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ റൈറ്റ് ടെൽസ് അല്ല, എന്താണ്? റൈറ്റ് ടോൾഡ് ഹിം. ഓക്കെ, ഗുഡ്. ഹി വാസ് റെഡി ടു പ്രൊവൈഡിംഗ് ആണോ? ടൂവിന് ശേഷം വെർബിന്റെ ING ഫോം ആണോ വരേണ്ടത്? അല്ലല്ലോ, ടു ബി ഇൻഫിനിറ്റീവ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ടു പ്രൊവൈഡ്. ഓക്കെ, അതാണ് ഉത്തരം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് വാസ് അറ്റ് ഏപ്രിൽ. അവിടെ ആ ഒരു പ്രപ്പോസിഷൻ അറ്റ് അവിടെ തെറ്റെന്ന് പറയുന്നു. ഇറ്റ് വാസ് ഇൻ ഏപ്രിൽ, ഓക്കെ, ഏപ്രിൽ ആയിരുന്നു എന്നുള്ള രീതിയിൽ. ഹാവ് തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കും? ഹാഡ് ആയിരിക്കും. എ സ്നേക്ക് ഔട്ട് കമ്മിങ് ഓഫ് ആണോടാ, കമ്മിങ് ഔട്ട് ഓഫ് എന്നല്ലേ, ഓർഡർ സെറ്റ് ആക്കാനല്ലേ അറിയാം. ദെൻ സ്ലോ തന്നത് തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെയും എന്താക്കാനാണ്? അഡ്വേർബിയൽ ആയിട്ടാണ് വരുന്നത് അല്ലേ. സ്ലോലി മൂവിംഗ് എന്നാണ്, LY ഫോം ആഡ് ചെയ്യാനാണ്, സ്ലോലി ആണ് അവിടെ ഉത്തരം. ഓക്കെ, അപ്പം നമുക്ക് കിട്ടി. സോ ദെൻ ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 51, ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറിക്ക് എത്തിയുള്ള ഒരു ക്വസ്റ്റൻ അല്ലേ. അഡിച്ചി ഈസ് എ സ്റ്റോറി ടെല്ലർ വിച്ച് ഹാസ് ക്രൈവ്ഡ് എന്ന് തന്നിട്ട് അത് അവിടെ തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ വെച്ച് തെറ്റാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? അഡിച്ചിനെ കുറിച്ചല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും റിലേറ്റീവ് ക്ലോസ് വരുന്നത്? ഹു ആണ്. ഹു ഹാസ് എ ക്രൈവ്ഡ് and she for herself in the literary world. Then അവിടെ she clear തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ ഉത്തരം എന്താണ്? ക്ലിയർ dwells upon the dangers of a single story എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു അഡ്വർബ് എന്നുള്ള രൂപം തന്നെയാണ് വരുന്നത്. അപ്പോൾ ക്ലിയർലി LY ഫോം ആഡ് ചെയ്യാനാണ് അവിടെ വരുന്നത് കേട്ടോ. She states that single stories were തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കും? ഷീ സ്റ്റേറ്റ്സ് ദാറ്റ് പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസ് ആണ്. ഷീ സ്റ്റേറ്റ്സ് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ സിംഗിൾ സ്റ്റോറീസ് ആണ് കേട്ടോ, വേറല്ല. അത് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് പ്ലൂറലിന്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ആണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, സിംഗിൾ സ്റ്റോറീസ് മേക്സ് എന്നാണോ
അവിടെ വരുന്ന സിംഗിൾ സ്റ്റോറീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡെസ് ആണോ യൂസ് ചെയ്യേണ്ടത്? അല്ലല്ലോ, മേക്ക് അല്ലേ. അപ്പോൾ അവിടെ മേക്ക് ആണ് ഉത്തരം. ദെൻ 2020 പെട്ടെന്ന് നോക്കിക്കേ, കിട്ടൂലടാ, ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾ. ഐ കുഡ് ഫീൽ മൈ ഹാർട്ട് പൗണ്ടിങ് ലൗഡ് തെറ്റ എന്ന് പറയുന്നുണ്ട്. അതായത് ഐ കുഡ് ഫീൽ മൈ ഹാർട്ട് പൗണ്ടിങ്. ഹാർട്ട് പൗണ്ടിങ്ങിനെ ക്വാളിഫൈ ചെയ്യുന്നൊരു വാക്കായിട്ടാണ്. അതൊരു അഡ്വേർബാണ് അല്ലേ. അവിടെ എന്താക്കാനാ ഉത്തരം? യെസ്, ലൗഡ്ലി LY ഫോം ആഡ് ചെയ്യാനാണ്. ദെൻ വൈൽ ടേസ്റ്റിംഗ് വർക്ക് കമ്മിങ് അപ്പ് ആണോ? വൈൽ ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ആണ് അല്ലേ. ഐ ആം ഗോയിങ്, ആം തെറ്റാന്ന് പറയുന്നത് എന്തായിരിക്കും? വാസ് ആയിരിക്കും അല്ലേ. ഐ വാസ് ഗോയിങ് ടു ബി സിക്ക്. ഡോണ്ട് നീഡ് ടു തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ എന്തായിരിക്കും? ഡിഡിൻറ്റ് നീഡ് ആയിരിക്കും അല്ലേ. ഐ ഡിഡിൻറ്റ് നീഡ് എനി സിംപത്തി സ്പീച്ച് എന്നുള്ളതാണ് അവിടെ ഉത്തരം വരുന്നത്. ഓക്കെ, ഗുഡ്. ദെൻ 17th അല്ലേ, അനജി കെയിം ഫോർ എ കൺവെൻഷണൽ മിഡിൽ ക്ലാസ് ആണോ? അതൊക്കെ ടെക്സ്റ്റ് വായിച്ച ആൾക്ക് ഓർമ്മയിലുണ്ടാവും അല്ലേ. ഫ്രം എ കൺവെൻഷണൽ മിഡിൽ ക്ലാസ് ആണ്. ആൻഡ് മദർ വാസ് എ അഡ്മിനിസ്ട്രേറ്റർ ആണോ? ആർട്ടിക്കിൾ എ ആണോ അഡ്മിനിസ്ട്രേറ്ററിന്റെ മുന്നിൽ യൂസ് ചെയ്യേണ്ടത്? വോവൽ സൗണ്ടിൽ തുടങ്ങുന്ന വാക്കല്ലേ. സോ ആൻ ആണ് കൊടുക്കേണ്ടത് അല്ലേ. വാസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ. ദേ ഹാവ് തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കും? ഹാഡ് അല്ലേ. ഹാഡ് ആണ് ഉത്തരം. ഓക്കെ. ദെൻ ഫിഡി വാസ് ദാറ്റ് ഹിസ് ഫാമിലി വേർ തെറ്റാന്ന് പറയുന്ന ഉത്തരം വാസ് ആണ്. ഓക്കെ. എല്ലാം കിട്ടുന്നുണ്ടല്ലേ. 18 നോക്കടാ. ഓൺ ദ സെക്കൻഡ് ഡേ ഔട്ട് ഫ്രം ന്യൂയോർക്ക് വൈൽ മേക്സ് എന്നാണോ? അല്ലല്ലോ. വൈൽ ആ ഒരു സമയത്തെ കുറിച്ചാണ് പറയുന്നത്. വൈൽ മേക്കിംഗ് എന്നാണ് അവിടെ ആൻസർ വരിക അല്ലേ. വൈൽ മേക്കിംഗ്. സഡൻലി ബിക്കം തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഉത്തരം എന്തായിരിക്കും? ബിക്കെയിം ആയിരിക്കും. ദെൻ ദാറ്റ് വൺ ഓഫ് ദ പാസഞ്ചർ, നമ്മൾ റൂൾ പ്രകാരം പഠിച്ചതായിരുന്നു. വൺ ഓഫ് ദയുടെ ശേഷം ഏത് യൂസ് ആക്കാൻ പാടുള്ളൂ? പ്ലൂറലേ യൂസ് ആക്കാൻ പാടുള്ളൂ. സോ ഹിയർ ദ ആൻസർ ഈസ് പാസഞ്ചേഴ്സ് അല്ലേ. പിന്നെ സിംഗുലർ ബോബി കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഏത് വന്നത്? വാസ് വന്നത് അല്ലേ. ഓക്കെ. ദെൻ ക്ലോസ്, വാച്ചിങ് മീ ക്ലോസ്ലി. യെസ്, ഗുഡ്. ഫോളോയിങ് മീ അറ്റ് ഹിസ് ഗേസ് ആണോ? വിത്ത് ഹിസ് ഗേസ് അല്ലേ. എടാ, ഈ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ മേഡ്, ഇതിനകത്തൊക്കെ കുറച്ച് ക്വസ്റ്റൻസ് ഒക്കെ എന്താണെന്ന് അറിയോ? ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഓർമ്മയുണ്ടെങ്കിൽ തന്നെ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എടാ, ലാസ്റ്റ് 19th വൺ നോക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ്, ദിസ് ജോബ് ഇസ് ഡൺ ഓവർ ദി സ്റ്റാൻഡ് ആണോ? ഒക്കെ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളല്ല, ബൈ ദി സ്റ്റാൻഡ് ആണല്ലേ. സ്റ്റാൻഡ് മീൻസ് യൂഷ്വലി എ പേഴ്സൺ ദാറ്റ് ഈസ് ആണോ? പേഴ്സണെ കുറിച്ച് പറയുന്ന റിലേറ്റീവ് ഏതാ? ഹു അല്ലേ. ഹു ഈസ് ഫിസിക്കൽ തെറ്റാന്ന് പറയുന്നുണ്ട്. ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാർ. ദ സ്റ്റാർസ് എന്താണ് അവിടെ വരുന്നത്? ദ സ്റ്റാർസ് themselves അല്ല, themselves ആണല്ലേ. Yes, good. When the lights are ready and it's time to take a shot ആണ്. Yes, taking അല്ല, take ആണ്. To be infinitive. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. ഓക്കെ, ഗുഡ്. ഏകദേശം നമ്മൾ ഒരു 19ഓളം ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തു അല്ലേ. ഇതിനകത്ത് നിന്ന് എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ള ഒരു ഏകദേശം ഒരു ധാരണയൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെ വേറെയും ചില പേപ്പേഴ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ എഡിറ്റിംഗ് ഇസ് നോട്ട് എ പ്രോബ്ലം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക, ഈ കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ ആൻസർ. സോ അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല എഡിറ്റിംഗിന്റെ ഭാഗത്ത് ആ ഒരു 4 മാർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ ദെൻ എനിവേ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. സോ അടിപൊളിയായിട്ട് പഠിക്കുക. സോ എനിവേ സീ യു ഇൻ അനദർ വീഡിയോസ്. ടിൽ ദെൻ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ആസിക് കോസസ്. താങ്ക് യു.